Welcome again into the next class. We have already gone through almost 6 lessons. If you have learned, studied and practiced well, the coming lessons would be very easy for you. Okay, and so next one that we have to learn is the second auxiliary is. You have already learned the am completely, and next one is. Okay, let's move into the next chapter. Okay, welcome. Okay, right, let's start the next class. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് തുടങ്ങാം. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ഈസാണ്. ഈസിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ആമിൻ്റെ ഉപയോഗം പഠിച്ചു. ആമിൻ്റെത് പറഞ്ഞത് ഐ എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ മാത്രമേ ഉപയോഗിക്കുള്ളൂ ഇത് നമ്മൾ പറഞ്ഞു. ഇനി ഈസ് ഉപയോഗിക്കുന്നത് ഏകവചന രൂപത്തിലുള്ള സബ്ജക്റ്റിന് കൂടെ, അതായത് ഒരാളെപ്പറ്റി പറയാൻ, ഒരാൾ ചെയ്യുന്ന കാര്യം പറയാൻ, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ പറ്റി പറയാൻ, അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ, ഇങ്ങനെ ഒന്നിനെ പറ്റി പറയാനാണ് നമ്മൾ ഈസ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, ഹീ ഈസ് എ സ്റ്റുഡൻറ്റ്, അവനൊരു വിദ്യാർത്ഥിയാകുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ, മറ്റു കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. അപ്പോൾ ആരാണ് എന്ന് പറയാൻ ഈസ് ഉപയോഗിച്ചിട്ട് പറയുന്നത് റിയാൻ ഈസ് മൈ ബ്രദർ. ഓക്കെ, രാമു ഈസ് എ ഗുഡ് പ്ലെയർ. അടുത്തത്, കൗ ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ. പശു ഒരു വളർത്തുമൃഗമാണ്. ഓസ്റ്റിൻ ഈസ് മൈ ബോസം ഫ്രണ്ട്. ഓസ്റ്റിൻ എൻ്റെ ഉറ്റ കൂട്ടുകാരനാണ്. വളരെ അടുത്ത കൂട്ടുകാരൻ, നമ്മൾ ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയില്ല, അതിൻ്റെ മറ്റൊരു രൂപമാണ് ബോസം ഫ്രണ്ട് എന്ന് പറയും. നെക്സ്റ്റ് വൺ, അഹമ്മദ്സ് യങ് ബ്രദർ ഈസ് എ ഡോക്ടർ. അഹമ്മദിൻ്റെ ഇളയ സഹോദരൻ ഒരു ഡോക്ടറാണ്. ഇവിടെ ശ്രദ്ധിക്കുക, യങ്ങർ ബ്രദർ എന്ന് പറഞ്ഞാൽ ഇളയ സഹോദരൻ. നമുക്ക് താഴെയുള്ള സഹോദരനോ സഹോദരിയൊക്കെ ആണെങ്കിൽ യങ്ങർ ബ്രദർ, യങ്ങർ സിസ്റ്റർ എന്നൊക്കെയാണ് പറയാം. ഇവിടെ ഈ സെൻറ്റൻസിൽ പറഞ്ഞ അഹമ്മദ്സ് യങ്ങർ ബ്രദർ ഈസ് എ ഡോക്ടർ എന്ന് പറഞ്ഞതിൽ അഹമ്മദ്സ് എന്ന ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. അതായത് അവിടെ ഒരു അഹമ്മദ് കഴിഞ്ഞിട്ടൊരു അപ്പോസ്ട്രഫി എസ് കാണാം, ഒരു കോമ ഇട്ടിട്ടൊരു എസ്, അതിന് അപ്പോസ്ട്രഫി എസ് എന്നാണ് പറയുക. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ പൊസസീവ് കേസ് പറയാൻ, ഇപ്പോൾ വ്യക്തികളുടെയൊക്കെ അവരുടെ, ഇപ്പോൾ അഹമ്മദിൻ്റെ, ജോണിൻ്റെ, മേരിയുടെ എന്നൊക്കെ പറയാൻ നമ്മൾ അപ്പോസ്ട്രഫി ചേർത്തിട്ടൊരു എസ് ഇടലാണ് പതിവ്. അത് വ്യക്തികൾക്കാണ് ഇത് സാധാരണ ഉപയോഗിക്കൽ. വസ്തുക്കൾക്കൊന്നും ഇങ്ങനെ അപ്പോസ്ട്രഫി വെച്ചിട്ട് പറയില്ല. ഇപ്പോൾ വ്യക്തികൾക്ക് ഒക്കെ ഇങ്ങനെ ഈ അപ്പോസ്ട്രഫി വെച്ചിട്ടാണ് ഇൻ്റെ എന്നർത്ഥം കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ജോൺസൺസ് എൽഡർ സിസ്റ്റർ ഈസ് ഇൻ ഓസ്ട്രേലിയ. ജോൺസൻ്റെ മൂത്ത സഹോദരി ഓസ്ട്രേലിയയിലാണ്. ഇവിടെ അതേപോലെ തന്നെ മൂത്ത സഹോദരി എന്ന് പറയാൻ, അല്ലെങ്കിൽ മൂത്ത സഹോദരൻ എന്ന് പറയാൻ എൽഡർ സിസ്റ്റർ അല്ലെങ്കിൽ എൽഡർ ബ്രദർ എന്നൊക്കെയാണ് പറയാം. അതുപോലെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ എൻ്റെ ഏറ്റവും മൂത്ത സഹോദരൻ എന്നുള്ളതിന് മൈ എൽഡസ്റ്റ് ബ്രദർ എന്നും, എൻ്റെ ഏറ്റവും ഇളയ സഹോദരൻ എന്നുള്ളതിന് മൈ യങ്ങസ്റ്റ് ബ്രദർ എന്നാണ് പറയാം. ഇനി നമുക്ക് അതിൻ്റെ മറ്റു കുറച്ച് ഉദാഹരണങ്ങളോട് നോക്കുകയാണെങ്കിൽ, അപ്പോൾ സിറ്റുവേഷൻ വെച്ച് പറയാൻ, ദ ബേബി ഈസ് ഫൈൻ, കുട്ടി സുഖമാണ്. മൈ നെയ്ബർ ഈസ് ഇൻ എ ഗുഡ് കണ്ടീഷൻ, എൻ്റെ അയൽവാസി നല്ലൊരു അവസ്ഥയിലാണ്. ഇനി ആക്ഷൻ എങ്ങനെ പറയാം, പ്രവൃത്തി വെച്ചിട്ട് പറയുമ്പോൾ, ഇപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു ആമിൻ്റെ ഉപയോഗം പറഞ്ഞപ്പോൾ പറഞ്ഞു ആക്ഷൻ പറയുമ്പോൾ വെർബിൻ്റെ കൂടെ ING വെച്ച് പറയലാണ്. ഇവിടെയും അതേ നിയമമാണ്, ഒരു മാറ്റമില്ല. അപ്പോൾ ഈ നിയമം, ഈ വക നിയമങ്ങളും ഇതിൻ്റെ അർത്ഥം വരുന്നതും എല്ലാം ഒരേപോലെയാണ്. ആമിനെ പോലെ തന്നെയാണ് ഇവിടെയും അർത്ഥം വരുന്നത്. നമ്മൾ മാറ്റം വരുത്തുന്ന
ആ ഒരു വാക്കിൻ്റെ അർത്ഥം മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇപ്പോൾ അടുത്തതായിട്ട് ഇപ്പോൾ ഹീ ഈസ് എ സ്റ്റുഡൻറ്റ്, അത് ആക്ഷൻ പറയുമ്പോൾ ഹീ ഈസ് സ്റ്റഡിയിങ്, അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് കുക്കിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. രാമു ഈസ് പ്ലേയിങ് ഫുട്ബോൾ വിത്ത് ഹിസ് ഫ്രണ്ട്സ്. രാമു അവൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൗ ഈസ് ഈറ്റിംഗ് ഗ്രാസ്. ഇങ്ങനെ പശു പുല്ല് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ വെറുതെ ഇങ്ങനെ പറഞ്ഞു നോക്കുക. ഇനി നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയാം. പരമാവധി സ്വയം ഓരോ സെൻറ്റൻസുകൾ ഉണ്ടാക്കി എഴുതി നോക്കുക. സംശയങ്ങളുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി സംശയങ്ങൾ. അത് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഈ പറയുന്ന ടേബിൾ ഇനി കൊടുക്കുന്ന ഈ ടേബിൾ നിങ്ങൾ നന്നായിട്ട് ചെയ്യുക. പരമാവധി ഓരോ സബ്ജക്റ്റ് കൊണ്ടും എത്രയൊക്കെ സെൻറ്റൻസുകൾ ഉണ്ടാക്കാം അത്രയും സെൻറ്റൻസുകൾ ഉണ്ടാക്കുക. അതായത് ഇപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഹി, ഷീ, ഇറ്റ് എന്ന് തുടങ്ങിയ സബ്ജക്റ്റുകളാണ്. രണ്ടാമത്തെ കോളത്തിൽ ഈസാണ്. മൂന്നാമത്തെ കോളത്തിൽ കുറച്ച് വെർബുകളാണ് കൊടുത്തിട്ടുള്ളത്, അറേഞ്ചിങ്, റൈഡിങ് തുടങ്ങിയത്. മൂന്നാമത്തെ കോളത്തിൽ അതിനോട് മാച്ചാകുന്ന ഒബ്ജക്റ്റുകൾ, അത് നിങ്ങൾ അതൊരു ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ മാച്ചാകുന്നത് നിങ്ങൾക്ക് തോന്നുന്നത് എഴുതണം. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഹീ ഈസ് അറേഞ്ചിങ് ദ സ്റ്റേജ്, ആൻ എക്സാമ്പിൾ. ഓക്കെ, അത് നിങ്ങൾക്ക് മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്ന സെൻറ്റൻസുകൾ മുഴുവൻ ഉണ്ടാക്കണം. ഉദാഹരണത്തിന് അതായത് രണ്ടാമത്തെ ഇപ്പോൾ ഷീ ഈസ് അറേഞ്ചിങ് ദ സ്റ്റേജ്, ഇറ്റ് മാച്ചാവില്ലല്ലോ. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, റോഹൻ ഈസ് അറേഞ്ചിങ് ദ സ്റ്റേജ്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം സബ്ജക്റ്റുകൾ കൊണ്ട് മാക്സിമം സെൻറ്റൻസ് ഉണ്ടാക്കും. ഒരുപാട് സെൻറ്റൻസ് നിങ്ങൾക്ക് എഴുതി അത് പരിശീലിക്കാൻ പറ്റും. അതേപോലെ എഴുതി പരിശീലിക്കുക. Okay, well, now you have to practice all these sentences as well, and I hope that you have understood all these lessons well, and I believe that you have already started speaking English, and so this is all for today. Thank you.